കമ്മ്യൂണിസ്റ്റുകാർ കൊലപ്പെടുത്തിയത് കമ്മ്യൂണിസ്റ്റുകാരെയാണ്. ടി.പി. ചന്ദ്രശേഖരൻ അടങ്ങുന്ന നിരവധി ആളുകൾ, ന്യൂനപക്ഷ വിഭാഗങ്ങൾ മിക്കവാറും അവർ വിട്ടുകഴിഞ്ഞു. അല്പം ഹിന്ദുക്കൾ മാത്രമാണ് അതിനകത്ത് ബാക്കിയുള്ളത്. അവരോട് സത്യാവസ്ഥ തിരിച്ചറിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏകദേശം ബംഗാളിലെ പോലെ ത്രിപുരയിലെ പോലെ ലോകത്ത് നിന്ന് തന്നെ നാമവിശേഷമാകുന്നതിന്റെ ഏറ്റവും അവസാനത്തെ കണ്ണിയാണ് പിണറായി വിജയൻ. ഈ നല്ല കമ്മ്യൂണിസ്റ്റുകാരുണ്ടോ? ഇല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നന്നാവാൻ സാധ്യമല്ല. 1925 കാൺപൂരിൽ ആരംഭിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ന് കാൺപൂർ അടങ്ങുന്ന ഉത്തർപ്രദേശില് ഒരു പഞ്ചായത്ത് മെമ്പർ ഇല്ല. ഹിറ്റ്ലർ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊലപ്പെടുത്തിയിട്ടുള്ള ആള് സ്റ്റാലിനോട് പോയി, മാവോസേത്തുങ്ങോട് പോയി, പോൾപോട്ടോടെ പോയി, അല്ലെങ്കിൽ ഇയാള് ചെഗുവേരയോടെ പോയി. ചെഗുവേര എന്ന് പറഞ്ഞാൽ മയക്കുമരുന്നിന്റെ കച്ചവടക്കാരനാ. ഈ പുസ്തകത്തിന്റെ പ്രകാശനം ചെയ്തത് സദാനന്ദൻ മാഷാണ്. ഏറ്റവും അനുയോജ്യനായ ആളിലേക്ക് തന്നെയാണ് അങ്ങ് ഈ പുസ്തകം കൊടുത്തത്. അവസാനം പ്രകാശ്കാരായിട്ട് പാർട്ടി സെക്രട്ടറി ആയിട്ട് വന്ന സമയത്ത് സ്വന്തം ഭാര്യയോട് വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് ഇരുത്തണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് വൃന്ദാകാരാട്ടിനെ പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോയിലേക്ക് എടുത്തിട്ടുണ്ട്. ഒരു 30 വയസ്സിന് മുമ്പായിട്ട് കമ്മ്യൂണിസ്റ്റ് ആവാൻ തോന്നുന്നതിനെ കുറ്റപ്പെടുത്താൻ സാധ്യമല്ല. പക്ഷെ അതിനുശേഷമായി കഴിഞ്ഞിട്ട് ഭ്രാന്തന്റെ ലക്ഷണം എന്നാണ് അതിനെക്കുറിച്ച് പറയുക. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എല്ലാവരും വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരൊക്കെ വീടുകളിൽ കയറിയിട്ട് ഒളിസേവ നടത്തിയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അത് EMS തിരിച്ചറിയാം.